ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സെബലാസ് ഡയറി. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷായിട്ടുള്ള സ്പൈസി എഗ് ഫ്രൈ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ എഗ്സ് എല്ലാം ബോയിൽ ചെയ്തെടുക്കണം. ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗിനെ നല്ല വൃത്തിയിൽ നടുഭാഗം കട്ട് ചെയ്തിട്ട് രണ്ടായിട്ട് മാറ്റി വെക്കുക. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് അൺഈക്വൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കണ്ടില്ല, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഇത് കുഴപ്പമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ബാക്കിയുള്ള എല്ലാ എഗ്സും കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വൃത്തിയായിട്ട് മാറ്റി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേലേക്ക് നമ്മൾ കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്പൈസസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് ചാട്ട് മസാല, മല്ലിയില, ഒരു സവോള, കുറച്ച് പച്ചമുളക്, പിന്നെ ക്യാരറ്റ്. ഇതെല്ലാം നമ്മൾ കുറച്ച് നേരം ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. ഇനി നമ്മൾ നല്ല ചൂടായിട്ടുള്ള പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അര ടീസ്പൂണാണ് കേട്ടോ, എല്ലാം അര ടീസ്പൂൺ നമ്മളിവിടെ ചേർക്കുന്നത്. അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഈ ഒരു മസാല സോട്ട് ചെയ്തിട്ടെടുക്കുക. ഇത് നമ്മൾ അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഇത് നല്ല എരിവുള്ളൊരു സ്പൈസി ആയിട്ടുള്ള ഐറ്റമാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മലയാളികൾക്ക് എത്രമാത്രം ഈ ഒരു ടേസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ളവർക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നിങ്ങൾക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യാം. ഞങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണിത്. അപ്പം കണ്ടില്ലേ, നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന നമ്മുടെ ബോയിൽഡ് എഗ്സ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഷാലോ ഫ്രൈ ആണ്, ഡീപ്പ് ഫ്രൈ വേണ്ട, ഡ്രൈ ഫ്രൈ വേണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ മേലേക്ക് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കും. ഇത് മെയിനായിട്ട് നമ്മൾ ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കാതിരിക്കാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേകതരം ടേസ്റ്റാണ്. എത്ര പേർക്ക് ഇഷ്ടമാവുമെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ ഈ ഒരു മസാലയുടെ ടേസ്റ്റ് നമുക്ക്, ചിലർക്ക് എരിവ് അധികം ഇഷ്ടമില്ലാത്തവർക്ക് ഇത് നമ്മൾ പറയില്ലേ തരിപ്പിൽ കയറുന്നൊക്കെ, അതുപോലെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇത് അത്രക്കും എരിവുള്ള ഒരു ഐറ്റമാണ്. അപ്പം നമ്മൾ നേരത്തെ ഇൻഗ്രീഡിയൻറ്റിൽ പറഞ്ഞ പോലെ മുളകെല്ലാം കട്ട് ചെയ്യുമ്പോൾ വളരെ നൈസായിട്ട് വേണം അത് കട്ട് ചെയ്തിട്ടെടുക്കാൻ. അപ്പോൾ ഇതാ നമ്മളിത് ഷാലോ ഫ്രൈ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിത് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളടുത്ത് ഒരിക്കലും ഇത് അത്ര അടിപൊളിയാണെന്ന് പറയില്ല. ഞങ്ങൾക്ക് ഇഷ്ടമായെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എത്ര പേർക്ക് ഇഷ്ടമാവുമെന്ന് എനിക്കിപ്പോഴും ഡൗട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അപ്പോൾ ഇതാ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിരിക്കുന്ന മുട്ട നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് മാറ്റി വെക്കണം. അങ്ങനെ ഒരു 3-4 മിനിറ്റ് മാത്രം ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഒരു 3-4 മിനിറ്റ് മാറ്റി വെക്കുക. കണ്ടില്ലേ, അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ 1 by 1 ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ചാട്ട് മസാല അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് സവോള, കുറച്ച് മുളക് കട്ട് ചെയ്യുമ്പോൾ വളരെ തിന്നായിട്ട് വേണം കട്ട് ചെയ്യാൻ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, വളരെ വളരെ തിന്നായിട്ട് വേണം കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ എരിവ് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാ നമ്മൾ മുളകും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് ക്യാരറ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് മല്ലിയില, ഇത്രയും ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു സ്പൈസി എഗ് ഫ്രൈ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഇങ്ങനെ തന്നെ നമ്മൾ കഴിക്കുക ചെയ്യുന്നത്. ഇത്ര തന്നെ ഉള്ളൂ. ഇതിന് ശേഷം നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കണം എന്നൊന്നുമില്ല. നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്സ് ആണ്. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള എല്ലാ മുട്ടകളും ഇതിൻ്റെ മേലെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ബാക്കിയുള്ള മുട്ടകളുടെ മേലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ മറ്റുള്ള വീഡിയോയിൽ കാണാം. മാസലാമ.